ഷാബു പ്രസാദ്, ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഒരു പ്രസ്റ്റീജിയസ് യുദ്ധം നയിച്ചു, അതിൽ പരാജയപ്പെട്ടു. യുദ്ധത്തിൽ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ താരതമ്യം ചെയ്യുന്നത് പിറവം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ. അപ്പോൾ പിറവം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾക്ക് വോട്ട് കുറവാണ് ഉണ്ടായത്, അതുകൊണ്ട് അന്നത്തെ അധ്യക്ഷൻ മുരളീധരൻ രാജിവെച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്ങനെയാണ് ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത, ഒരു വോട്ട് ബേസും ഇല്ലാത്ത പിറവത്തെ പാലക്കാടുമായി താരതമ്യം ചെയ്യുക? പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഈ സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള മണ്ഡലമാണ്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. ബി ജെ പി ഭരിക്കുന്ന നഗരസഭയുണ്ട്, ബി ജെ പിയുടെ സ്വാധീന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ വോട്ടിന്റെ പാറ്റേൺ നോക്കൂ. നഗരസഭയിലും പഞ്ചായത്തുകളിലും ഒരുപോലെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പ് ഇതേ കൃഷ്ണകുമാർ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയസാധ്യതയില്ല. വിജയസാധ്യത ഇല്ലാത്ത ഘട്ടത്തിൽ കൃഷ്ണകുമാറിന് കിട്ടിയ വോട്ട് പോലും 6 മാസം കഴിഞ്ഞ് നിയമസഭയിലേക്ക് വിജയസാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് മത്സരിക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അവിടെ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അതിനർത്ഥം. അഭിലാഷ ഏതാണല്ലോ പറഞ്ഞത്. ഈ വിജയസാധ്യത ഉള്ളപ്പോൾ വോട്ട് കുറയുന്നതും വിജയസാധ്യത ഇല്ലാത്തപ്പോൾ വോട്ട് കൂടുന്നതും തമ്മിൽ അതിന് വേറൊരു സാമൂഹ്യ പശ്ചാത്തലം കൂടിയുണ്ട്. ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും അവിടെ ബി ജെ പിയുടെ എതിരാളികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, അവർ അതിശക്തമായി പ്രവർത്തിക്കും. അതിശക്തമായിട്ട് പ്രവർത്തിച്ച് എങ്ങനെയും തോൽപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. കിട്ടിയ വോട്ട് എങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ശരി, അപ്പുറത്ത് ഏകീകരണം ഉണ്ടായി, കൂടുതൽ വോട്ട് എതിരാളികൾ കിട്ടിയത് ഈ യുക്തി അനുസരിച്ച് ശരി. പക്ഷേ കിട്ടിയ വോട്ട് എങ്ങനെ പോകും? പറയാം വെയിറ്റ്. അതേപോലെ തന്നെ അതേസമയം ചേലക്കരയിൽ ബി ജെ പി ഒരു ശക്തമായ ഒരു എതിരാളിയാണെന്ന് ആരും കണക്കാക്കിയിട്ട് തന്നെ ഇല്ല. അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തു. ബി ജെ പി എത്ര വേണേ കൊണ്ടുപോട്ടെ എന്നുള്ള രീതിയിലായിരിക്കണം. ബി ജെ പി എതിരാളിയായിട്ട് കണ്ടിട്ടില്ല. അവിടെ സ്വാഭാവികമായിട്ട് വോട്ട് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ വോട്ട് കൂടുകയും ചെയ്തു. പിന്നെ അഭിലാഷ് ചോദിച്ചാൽ കിട്ടിയ വോട്ട് എവിടെ പോയി എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇവിടെ ഇത്തവണ ഇപ്പം കഴിഞ്ഞ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മാധ്യമങ്ങളും എല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ഒരു ഹൈ പ്രൊഫൈൽ തെരഞ്ഞെടുപ്പാക്കി മാറ്റിയെങ്കിലും ജനങ്ങൾ ആഫ്റ്റർ ഓൾ ഇതിനെ ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻസിന് ഒരു മാറ്റവും വരുത്താത്ത, ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത, അടുത്ത 1.5 വർഷത്തേക്ക് മാത്രം ഒരു MLA തിരഞ്ഞെടുക്കുന്ന വെറും ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 7% വോട്ട് കുറഞ്ഞു ടോട്ടൽ പോളിങ്ങിൽ. ഒരു സാധാരണ ഒരു പൊതു തെരഞ്ഞെടുപ്പ്, സംസ്ഥാനം ആര് ഭരിക്കണം, അല്ലെ കേന്ദ്രം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പോളിംഗ് ഉണ്ടാകും. ആൾക്കാർ ദൂരെ നിന്നാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ വന്ന് വോട്ട് ചെയ്യും. അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഇത്തവണത്തെ ഇതിൽ ജനങ്ങൾ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ടാകും. ആ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. പോളിംഗ് കുറയുമ്പോൾ അതിന് ആനുപാതികമായി എല്ലാവർക്കും കുറയണ്ടേ? ഇവിടെ UDFന്റെ വോട്ട് കൂടി, പോട്ടെ LDFന്റെ വോട്ടും കൂടി. LDFന്റെയും UDFന്റെയും വോട്ട് കൂടിയപ്പോൾ ഡിക്ലൈൻ ഉണ്ടായത് ബി ജെ പിക്ക് മാത്രമാണ്. അപ്പൊ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്തുകൊണ്ടാണ് ബി ജെ പിയെ മാത്രം ബാധിക്കുന്നത്? ഇത് മാത്രമല്ല, പിക്ചറിലേ ഇല്ല എന്ന് വരുത്തിയ LDFന് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പറയുന്നത് കേൾക്കുമോ അഭിലാഷേ? ഇവിടെ ഈ 7% കുറഞ്ഞ വോട്ടുകൾ, ആ വോട്ടുകൾ ബഹുഭൂരിപക്ഷവും ബി ജെ പിയുടേതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്ന അതായത് എന്നാൽ ആക്റ്റീവ് ബി ജെ പി അല്ലാത്ത, അതായത് ബി ജെ പിയുടെ കേഡർ വോട്ടുകൾ അല്ലാത്ത, എന്നാൽ ബി ജെ പിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ, അതായത് കഴിഞ്ഞ തവണ ശ്രീധരൻ സാറിനൊക്കെ ലഭിച്ച വോട്ടുകൾ, ആ വോട്ടുകളാണ് ഈ കുറഞ്ഞ 7%ൻ്റെ സിംഹഭാഗവും എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എന്നാൽ അതേസമയം ഇവർക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ബി ജെ പിയുടെ ബേസ് വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. ബി ജെ പിയുടെ ബേസ് വോട്ടുകൾ അതെങ്ങും പോയിട്ടില്ല, അത് ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട വലിയൊരു ശതമാനം, കുറേ വോട്ടുകൾ ബി ജെ പി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു കുറേ വോട്ടുകൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനും CPM നും പോയിട്ടുമുണ്ട്. ഇനി മറ്റൊന്ന്, ഇവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യം പറയുന്നു. ഒരേ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. ഒരു കാര്യമുണ്ട്, ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പക്ഷേ തന്ത്രം പാളിയിട്ടുണ്ടാകാം, എങ്കിലും ഞാൻ പറയാം അവരെന്തുകൊണ്ട് കൃഷ്ണകുമാറിനെ നിർത്തി എന്നുള്ളതിൻ്റേത്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃഷ്ണകുമാർ ആ പാലക്കാട്ട് ജനിച്ച് വളർന്ന് അവിടെ പിച്ച വെച്ച് വളർന്ന് ആ പാലക്കാടിൻ്റെ ഓരോ ഹൃദയത്തുടിപ്പുകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളാവണ്ടേ അവിടുത്തെ MLA എന്ന് ഒരു പാർട്ടി കരുതിയാൽ, ആ പാർട്ടി തീരുമാനിച്ചാൽ അതിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആ പാലക്കാടിൻ്റെ ആ മണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ആ പാലക്കാട് അവിടെ നിന്ന് തന്നെയുള്ള അവിടെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് കൃഷ്ണകുമാറിൻ്റെ കൺസിഡറേഷൻ. അതുമാത്രമല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ അലി പറഞ്ഞു, കൃഷ്ണകുമാർ എന്ന് ആലോചിച്ച് നോക്കൂ, ഇടത് കോട്ടയായ ആ എല്ലാ അർത്ഥത്തിലും ഒരു പാർട്ടി ഗ്രാമം തന്നെയായ മലമ്പുഴയിൽ പോയി സാക്ഷാൽ VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരു സ്റ്റൽവാർട്ടിനോട് മത്സരിച്ച് അവിടെ BJP 2ാം സ്ഥാനത്ത് എത്തിച്ച ആളാണ്. വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ച ആളാണ്. അങ്ങനെയുള്ള കൃഷ്ണകുമാർ ഒരു മോശം സ്ഥാനാർത്ഥിയാണ് എന്ന്, അല്ലെങ്കിൽ BJPയുടെ ആ സെലക്ഷൻ മോശം. ഇപ്പം അത് വേറെ കാര്യം, ആ സെലക്ഷൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ശരി തന്നെയാണെന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. പക്ഷേ ഇപ്പൊ റിസൾട്ടിൻ്റെ അകത്ത് വന്നു, പക്ഷേ മോശമായി പോയി. എന്തുകൊണ്ട് എന്ന് സ്വാഭാവികമായും പാർട്ടികൾ ആലോചിക്കും.